നമസ്കാരം, ഞാൻ ഡോക്ടർ ചithra. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലർക്കും ഉള്ള ഒരു സംശയത്തെ കുറിച്ചാണ്. പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് വെളുക്കും, അതേമാതിരി തന്നെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് എന്തെങ്കിലും ദോഷം, ഇടയ്ക്കിടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവും, പല്ലിന് പുളിപ്പ് വരുമോ, പല്ല് പൊട്ടിപ്പോവോ, പല്ലിന് തേയ്മാനം വരുമോ, ഇങ്ങനെയുള്ള പല പല സംശയങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. അപ്പൊ എന്താണ് ഈ പല്ല് ക്ലീനിങ്? പല്ല് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല്ലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വായിൽ ഉണ്ടാകുന്ന അഴുക്ക്, അതേപോലെ തന്നെ പല പല ദുശ്ശീലങ്ങൾ, പുകവലി, മദ്യപാനം, അതേമാതിരി ചിലവർക്ക് പെപ്സി, കൊക്കക്കോള അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കുടിക്കുന്നതിലൂടെ, പിന്നെ വേറെ ചിലവർക്കുണ്ട് ചായ അമിതമായിട്ട് കുടിക്കുന്നതിലൂടെ, അങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുള്ള കറകളെയും നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ്, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് പല്ല് വെളുക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചായ, പുകവലി, പിന്നെ മറ്റ് ആ കറകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാനും പല്ലിനൊരു തരം വ്യത്യാസം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. പറ്റിപ്പിടിച്ചിട്ടുള്ള കറ അല്ലാതെ അത് നമുക്ക് പല്ലിന്റെ ഉള്ള കളറിനെ കൊണ്ടുവരാനേ സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് പല്ല് വെളുപ്പിക്കാൻ സാധിക്കില്ല. പല്ല് വെളുപ്പിക്കുന്ന പ്രക്രിയ വേറെയാണ്, ബ്ലീച്ചിങ് എന്നാണ് അതിന് പറയുന്നത്. ചിലവർക്ക് പല്ല് ക്ലീൻ ചെയ്തതിന്റെ ശേഷം പുളിപ്പ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് സംശയമുള്ളവരുണ്ട്. ചിലവർക്ക് വന്നേക്കാം. അതിന് കാരണമുണ്ട്. കാരണം അത്രയും അധികം പല്ലില് അഴുക്ക്, അതായത് പല്ലിൽ കക്ക എന്ന് പറയും, അതായത് നമ്മളെ മോണയുടെ ഭാഗത്തായിട്ട് അത്രയും അധികം അഴുക്ക് അടിഞ്ഞുകൂടി അതൊരു കട്ടിയുള്ള പദാർത്ഥമായിട്ട് മാറിയിട്ടുണ്ടാവും. അത് നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗത്തുള്ള മോണ ഇറങ്ങിപ്പോവുകയും അവിടുത്തെ വേര് കാണാൻ തുടങ്ങുകയും, നമ്മളിപ്പോൾ എന്തെങ്കിലും പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ വേരായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അത് കാണുമ്പോൾ അവിടെ ചൂടുള്ളതോ തണുപ്പുള്ളതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ ഭക്ഷണം തട്ടുമ്പോൾ നമുക്ക് ഒരു പുളിപ്പ് അനുഭവപ്പെടാം. അത് കുറച്ച് കഴിഞ്ഞാല് അത് മാറുകയും മോണ കയറി വന്നു കഴിഞ്ഞാൽ അത് നോർമലായി മാറുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മളെ മോണ ഉണ്ടാകുക. ഇങ്ങനെ, അതായത് ഈ മോണയിലും ഈ പല്ലിന്റെ ഈ ഭാഗത്തുമായിട്ടാണ് പല്ലിൽ അഴുക്കുകൾ വന്ന് പറ്റിപ്പിടിക്കുക. അപ്പൊ നമ്മൾ അത് നീക്കം ചെയ്യുമ്പോൾ ഇത്രയും കയറി നിൽക്കുന്ന മോണ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരവസ്ഥയാവും. പല്ല് കയറി ഈ വേരിന്റെ ഭാഗമെല്ലാം കാണാൻ തുടങ്ങും. നമുക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വീഡിയോ അങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ ഒരവസ്ഥ ആവും. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും പുളിപ്പ് വരാനുള്ള ചാൻസുകളുണ്ട്. അതാണ് അവിടെ സംഭവിക്കുക. അപ്പൊ പല പേഷ്യൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ എന്തോ തെറിച്ചുപോയി, എന്റെ പല്ലാണോ പൊട്ടിപ്പോയത്, എന്തോ കാലിയായ പോകാതിരി. അതെല്ലാം നിങ്ങളുടെ അഴുക്കാണ്. അതായത് മോണേനെ ഇറക്കി മോണയുടെ ഭാഗത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ള അഴുക്ക് പോകുമ്പോൾ അതൊരു കട്ടിയുള്ള പദാർത്ഥമായിട്ട് മാറിയിട്ടുണ്ടാവും. കാൽക്കുലസ് എന്നാണ് അതിനെ പറയുക. അത് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒഴിച്ചിൽ, വായിൽ നിന്ന് എന്തോ തെറിച്ചുപോയി, വായിൽ എന്തോ കാലിയായി എന്ന് തോന്നാനുള്ള ചാൻസുകളുണ്ട്. പലപ്പോഴും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ പേഷ്യൻസ് പറയാറുണ്ടായിരിക്കും, എന്തോ തെറിച്ചു പോയി ഡോക്ടറെ, എന്തോ പോയി പല്ല് പോന്നു എന്നാ തോന്നുന്നൊക്കെ പറയാറുണ്ട്. അതേമാതിരി തന്നെ അങ്ങനെ മോണ ഇറങ്ങിയതിന് പല്ലിന് ചെറിയ ആട്ടം കാണാറുണ്ട്. അത് മോണ കയറി വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും പല്ല് ഉറയ്ക്കും. അവിടെ പല്ല് തിരിച്ച് ഉറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്ര തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? പിന്നെയുള്ള ഒരു സംശയം, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് തേയ്മാനം വരുമോ, പല്ലിന്റെ ഇനാമല് പോവോ, അതേമാതിരി പല്ല് പൊട്ടിപ്പോവോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. അപ്പൊ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ സർഫസിലുള്ളയും അതേമാതിരി ഞാൻ പറഞ്ഞ പോലെ മോണയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളും കളയാനുള്ള അത്ര തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. അൾട്രാസോണിക് സ്കെയിലേഴ്സ് എന്നാണ് അതിന് പറയാ. അതിന് പല്ലിനെ തുരക്കാനുള്ള അത്ര മാത്രമുള്ള പ്രഷർ അതിനില്ല. അത് നമ്മളെ ഇപ്പൊ പല്ല് കേട് വന്നു കഴിഞ്ഞാൽ പൊത്തടയ്ക്കുന്ന മാതിരി, അതായത് എയറോട്ടറിന്റെ മാതിരി ഡ്രില്ല് ചെയ്യാനുള്ള കഴിവ് അതിന് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരും എന്ന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും സ്ഥിരമായിട്ട് കറ പിടിക്കുമോ എന്നുള്ള സംശയമുള്ളവരോട്, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ദുശീലങ്ങളുള്ളവര്, അതായത് പുകവലി, മദ്യപാനം,
പിന്നെ ഈ ഒരുപാട് മറ്റേ കൊക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ, കളറുള്ള വസ്തുക്കൾ, അതേമാതിരി തന്നെ ചായ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കഴിക്കുന്നവർക്ക് പല്ല് ക്ലീൻ ചെയ്യുന്നതിന്റെ മുന്നേയും ശീലങ്ങൾ നിർത്തുക, പല്ല് ക്ലീൻ ചെയ്തതിന്റെ ശേഷവും ആ ശീലങ്ങൾ നിർത്തുക. അപ്പോൾ പിന്നെയും ഉള്ള കറ പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. ചിലവർ ചോദിക്കാറുണ്ട്, പല്ല് ക്ലീൻ ചെയ്യുന്ന ഡെന്റൽ ക്ലിനിക്ക് പോയി പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പല്ല് നല്ലോണം വൃത്തിയാക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയല്ല. മാസത്തിൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, വർഷത്തിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. പലരും അറിയാത്ത, നമ്മളിപ്പോ ഞാൻ പലരിലെയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് ചെല്ലുമ്പോൾ ഉള്ള വായനാറ്റം. അവരറിയുന്നില്ല ആ വായനാറ്റം എത്രത്തോളമാണ് എന്നുള്ളത്. നമുക്ക് എത്രത്തോളം അവരോട് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അവരറിയുന്നില്ല. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അയാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ അയാളെ വായ എന്ത് നാറ്റാ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെയാണ് മോണയുടെ പ്രശ്നങ്ങൾ, പല്ലാടുന്നത്, മോണപ്പഴുപ്പ്, പല്ലിന്ന് ബ്ലീഡിങ് വരുന്നത്, അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പൊ പല്ല് വൃത്തിയാക്കാത്തതിന്റെയും പല്ല് ക്ലീൻ ആയി ഇരിക്കാത്തതിന്റെയും ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ പല്ല് പോയിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതിനേക്കാളും ഡെന്റൽ ചെക്കപ്പ്, ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും പല്ലിനെ സംരക്ഷിക്കുക. എപ്പോഴും പറയുന്ന മാതിരി വായിൽ നിന്നാണ് എല്ലാം.